മാഷേ നമസ്കാരം. നമസ്കാരം. നമ്മുടെ സുപ്രീം കോടതി ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. ഭരണഘടനയെ വഞ്ചിക്കരുത്, സംവരണത്തിന് ചില തത്വങ്ങൾ പാലിക്കാനുണ്ട്, അത് ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. ആ നിയമം, ആ മാനദണ്ഡം, ആ അടിത്തറ തകർക്കാൻ ആരും ശ്രമിക്കരുത്, അതിൽ വെള്ളം ചേർക്കരുത്. ഇതാണ് കോടതിയുടെ നിരീക്ഷണം. എന്താണ് മാഷേ സുപ്രീം കോടതി ഇത്ര ഗൗരവത്തിൽ, ഇത്ര എന്താ പറയുക, കർശനമായി ഇങ്ങനൊരു നിരീക്ഷണം നടത്താൻ കാരണം? ഇത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. പല ഘട്ടങ്ങളിലും സുപ്രീം കോടതിയും നമ്മുടെ കീഴ്ക്കോടതികളും ഒക്കെ ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്ര ശക്തമായിട്ടൊരു താക്കീത് പോലെ, ഒരു അന്തിമ വിധി പോലെ വന്നത് ഇപ്പോഴാണ്. അത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം മതം മാറ്റമാണ്. രണ്ട് ജാതി മാറ്റമാണ്. മതം മാറ്റത്തോടൊപ്പം ജാതി മാറ്റം സാധ്യമാണോ? സാധ്യമല്ലാത്ത കാലത്തോളം മതം മാറ്റം എന്തിനെങ്കിലും പരിഹാരമാണോ? ഇവിടെ ആളുകൾ മതം മാറാൻ പോയത് മുഴുവനും കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം, ഹിന്ദു മതത്തിൽ ജാതീയത സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഒരു രാജ്യം അതിൻ്റെ മക്കളോട് സഹസ്രാബ്ദങ്ങളായിട്ട് കാണിച്ചു വന്ന ഈ ഐത്തം അല്ലെങ്കിൽ ഉച്ചനീചത്വം അത് അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഭരണഘടന തന്നെ സംവരണം ഉറപ്പ് നൽകിയത്. അത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന പരമ്പരാഗതമായി ജീവിക്കുന്ന സമൂഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ജാതിയില്ലാത്ത ഒരു ഏകലോകത്തേക്ക് അല്ലെങ്കിൽ ഒരു സമത്വത്തിൻ്റെ ലോകത്തേക്ക് പോകാനാണ് മതം മാറാൻ തീരുമാനിച്ചത്. ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയത് അങ്ങനെയാണ്. അതിനുവേണ്ടി വലിയ തോതിലുള്ള മിഷണറിമാർ എത്രയോ കാലമായിട്ട് പ്രവർത്തിച്ചു. തീർച്ചയായിട്ടും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ മിഷണറിമാരുടെ പ്രവർത്തന ഫലമായി ഒരുപാട് പേര് ക്രിസ്ത്യാനിറ്റിയിലേക്ക് പോയി. ഇസ്ലാം മതത്തിലേക്കും ഇതേപോലെ തന്നെ പലതരത്തിൽ ആകൃഷ്ടരായിട്ട് ആളുകൾ പോയിട്ടുണ്ട്. പക്ഷേ ചോദ്യം ഇതാണ്, രാജ്യത്ത് ഈ നമ്മുടെ അവർണ വിഭാഗത്തിന് വലിയ സംവരണത്തിന് ആനുകൂല്യങ്ങൾ, അക്കൂട്ടത്തിൽ തന്നെ ദളിതർക്ക്, പട്ടികജാതി പട്ടികവർഗം, പിന്നെ OBC, ഇത്തരം വിഭാഗങ്ങൾക്ക് വലിയ സംവരണ ആനുകൂല്യങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവർക്കൊക്കെ മതപരമായി യേശുവിനെയോ മുഹമ്മദിനെയോ ഒക്കെ പുൽകുകയും വേണം, എന്നാൽ രാജ്യം കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ ജാതിയുടെ അടിമത്തം പറഞ്ഞ് നേടുകയും വേണം. ഇതൊരു ഇരട്ടത്താപ്പാണ്. ഇത് ചെയ്യാൻ പാടില്ല. ഒന്നുകിൽ ജാതിയാണ് പരിഹാരമെങ്കിൽ, ജാതിയാണ് പ്രശ്നമെങ്കിൽ, ഐത്തമാണ് കാര്യമെങ്കിൽ, അല്ലെങ്കിൽ ഇവരെ അനുഭവിക്കുന്ന പീഡനം ജന്മത്തിൻ്റെ പേരിലാണെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള പണികൾ ഈ രാജ്യത്തിൻ്റെ ഉത്തമ പൗരന്മാരായി നിന്നുകൊണ്ട് തന്നെ ഭരണഘടനാനുസൃതമായ മാർഗത്തിലൂടെ പോരാടി നേടേണ്ടതാണ്. അതിന് ഇവിടെ അനേകം നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ മണ്ണിൽ. എത്ര ആചാര്യന്മാരാണ് ജാതീയതക്കെതിരായിട്ട് പൊരുതിയത്. ജാതീയതക്കെതിരായി നടന്ന വലിയ പോരാട്ടങ്ങളിലൊക്കെ മിക്കപ്പോഴും നിന്നത് സവർണ വിഭാഗത്തിന്റെ നേതാക്കന്മാരുമാണ്. വലിയ ആചാര്യന്മാർ നിന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു അയ്യങ്കാളിയോ ഒറ്റപ്പെട്ട ഒരു മഹാത്മാ ജ്യോതി ഫുലെയോ ഒരു അംബേദ്കർ, ഒരു പണ്ഡിറ്റ് കറുപ്പൻ, ഈ അങ്ങനെയുള്ള ആളുകളെ മാറ്റി നിർത്തിയാൽ ഈ പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്നവരുടെ എണ്ണം കുറവാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സവർണർ തന്നെ, സവർണ വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾ തന്നെ ഈ തെറ്റിനെതിരായിട്ട് പൊരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ഓർമ്മയുണ്ടോ? വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെയൊക്കെ നിർദ്ദേശപ്രകാരം മന്നത്ത് പത്മനാഭനും ഡോക്ടർ നായിഡു, രണ്ടുപേര് അല്ലേ, നായിഡു എന്നാണ് അദ്ദേഹത്തിന്, തെക്കുന്ന് രണ്ട് ജാഥകൾ നമ്മുടെ കന്യാകുമാരി ജില്ലയിൽ നിന്ന് രണ്ട് സവർണ ജാഥകളാണ്. അവർ പറഞ്ഞ ന്യായം, ആ മുദ്രാവാക്യം വളരെ പ്രസക്തമാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ ഈ ഭൂമിയിൽ അമ്മ പെറ്റ മക്കൾക്ക് വഴി നടക്കാൻ അവകാശമില്ലെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് വഴി നടക്കാൻ അവകാശമില്ലെങ്കിൽ ആ മഹാപാപത്തിന്റെ ഉത്തരവാദി ഞങ്ങളാണ്, എന്നുവെച്ചാൽ സവർണരാണ്. അതുകൊണ്ട് ഞങ്ങളാണ് തിരുത്തേണ്ടത്, ഞങ്ങളാണ് പ്രതിക്രിയ ചെയ്യേണ്ടത് എന്നാണ് അതിന്റെ മുദ്രാവാക്യം. എത്രമേൽ ഉദാത്തമായ മുദ്രാവാക്യം ആലോചിച്ചു മന്നത്ത് പത്മനാഭൻ. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, അത് ഒന്ന് വൈക്കത്ത് നിന്നൊരു ജാഥ മഹാരാജാവിന് നിവേദനം കൊടുക്കുക. അതേ സമയത്ത് തന്നെ ശുചീന്ദ്രത്ത്, അതും വലിയ മണ്ണാണ് കേട്ടോ, ശുചീന്ദ്രം വലിയ വിപ്ലവത്തിന്റെ മണ്ണ്. അവിടെ നിന്ന് ഒരു ജാഥ വടക്കോട്ടും, ഇങ്ങനെ രണ്ടും കൂടി തിരുവനന്തപുരത്ത്. ഇതിനാണ് സവർണ ജാഥ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരിഹാരമല്ലാതെ, മതം മാറ്റം പരിഹാരമല്ല. ഇപ്പോൾ ഈ ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, നമ്മുടെ ഈ അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞു, പണ്ഡിറ്റ് കറുപ്പന്റെ കാര്യം അറിയില്ല. ഞാൻ പറഞ്ഞു പണ്ഡിറ്റ് കറുപ്പന്റെ കാര്യം അറിയാലോ. ഇദ്ദേഹം ഇതെല്ലാം പരീക്ഷിച്ചതാണ്, മതം മാറി നോക്കിയതാണ്. മതം മാറി നോക്കിയപ്പോഴുമാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത്, മതം മാറി നോക്കുമ്പോൾ യാതൊരു ജാതി വ്യത്യാസവും ഇല്ലാത്ത പള്ളികളിൽ
എല്ലാ വിഭാഗം മനുഷ്യരും ഒരുമിച്ചിരുന്ന് യേശുവിനെ ആരാധിച്ച് കളയാമെന്ന് വ്യാമോഹത്തോടെ ചെല്ലുമ്പോഴാണ് എങ്ങോട്ടടാ ഈ പള്ളി ഇതിൻ്റേതല്ല, പൊലേൻ്റെ പള്ളി വേറെയാണെന്ന്. ക്രിസ്തുമതത്തിലും പൊലേൻ്റെ പള്ളി വേറെയാണെന്നും തറവാടി ക്രിസ്ത്യാനിയുടെ പള്ളി വേറെയാണെന്ന് തിരിച്ചറിഞ്ഞ ഞെട്ടൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇത്തരത്തിലൊക്കെയുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥയിലൊക്കെ ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിഖ്യാതമായ പാട്ടുണ്ടല്ലോ, പൊലയനൊരു പള്ളി, പറയനൊരു പള്ളി, മീൻപിടുത്തക്കാരൻ, മുക്കുവനൊരു പള്ളി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പാട്ടുകളുണ്ട്. അതൊക്കെ ഞെട്ടലാണ്. അപ്പോൾ ആ ഓർമ്മയുള്ള അതൊക്കെ ഒരു വലിയ പാഠങ്ങളാണ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ? നിങ്ങൾ ജാതി ഇല്ലാതാക്കാൻ മതം മാറ്റം ഒരു പരിഹാരമല്ല. അതല്ലേ അതിന് ഉത്തരം. അത് കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, കർശനമായിട്ട് പറഞ്ഞിട്ട് കർശനമായി വിലക്കേണ്ടതാണ്, യാതൊരു സംശയവുമില്ല. മതം മാറുന്നവന് സംവരണത്തിന്റെ ജാതീയമായ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിൽ ഒരു അർത്ഥമില്ല. അങ്ങനെയാണെങ്കിൽ അവൻ എന്തിനു മതം മാറണം? ഈ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരെ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു എന്ന ഒരു ഒറ്റ അംബ്രല്ലാക്ക് താഴെ തന്നെ മനുഷ്യനായി നിലനിർത്താൻ പറ്റണ്ടേ? അതെ, അതിനുള്ള പോരാട്ടമല്ല. അതിന് വേണ്ടിയുള്ള ഈ മനുഷ്യരെന്തിനാ പിന്നെ പോരാടിയത്? ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടി പൊരുതി മരിച്ച, ജീവൻ കൊടുത്ത, ജീവിതം കൊടുത്ത എത്രയെത്ര മഹാത്മാക്കളുടെയും ഈ മണ്ണിൽ. ആ പുണ്യാത്മാക്കളോടൊക്കെയുള്ള ചതിയല്ലേ സത്യത്തിൽ മതം മാറിയിട്ട് എനിക്ക് ജാതീയതയെ തകർത്ത് കളയാം? അതല്ലല്ലോ പരിഹാരം. അതെ, അതാണ്. അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. ആ കോടതി വിധി വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഒരു കാരണവശാലും മതം മാറ്റം ജാതീയതയ്ക്ക് പരിഹാരമല്ല. ഇത് ഏറ്റവും എനിക്ക് തോന്നുന്നു അംബേദ്കർ കാണിച്ച ഏറ്റവും മോശം മാതൃകയാണിത്. അംബേദ്കർ എന്ന പേര് കേട്ടാൽ നല്ലത് മാത്രം ഓർമ്മ വരണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. അംബേദ്കർ കാണിച്ച നിരാശ കൊണ്ടാണ് ഒരു പക്ഷേ ഇന്ത്യയിലെ ചാതുർവർണ്ണയത്തിനെതിരായി പൊരുതിയിട്ട്, ഈ ജാതീയതക്കെതിരായിട്ട് പൊരുതിയിട്ട് ആ പോരാട്ടം എങ്ങും എത്തുന്നില്ല എന്ന് കണ്ട ഒരു ഘട്ടത്തിലാണ് അദ്ദേഹം ഞാൻ ഇനി മുതൽ ഹിന്ദു അല്ല എന്ന് പ്രഖ്യാപിക്കുന്നത്. പിന്നെ ഏത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു 1936 അദ്ദേഹം പ്രഖ്യാപിച്ചത്, ഞാൻ മതങ്ങളെ പഠിക്കട്ടെ. പഠിച്ചിട്ടാണ് കേട്ടോ, ലോകത്തിലുള്ള സകല മതങ്ങളെ, അന്ന് അത് അവൈലബിൾ ആയ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഒടുവിൽ എൻ്റെ വെളിച്ചം ഈ ഭാരതീയമായ ഒരു മതം തന്നെയാണ്, അത് ബുദ്ധമതമാണ്. അങ്ങനെ അദ്ദേഹം അനുയായികൾ 56 ബുദ്ധമതത്തിലേക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു 1.5 മാസം അദ്ദേഹം ജീവിച്ചുള്ളൂ, മരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അംബേദ്കർ കാണിച്ച ഒരു കടുത്ത നിരാശ ഉണ്ടാവാം. പക്ഷെ അംബേദ്കർ കാണിച്ച മോശം മാതൃക, ഒരുപാട് മഹത്തായ മാതൃകകൾ സൃഷ്ടിച്ച ഒരാളാണ് അംബേദ്കർ. പക്ഷേ അദ്ദേഹം കാണിച്ച ഒരു മോശം മാതൃകയാണ് ഈ മതം മാറ്റം. മതം മാറ്റം സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഉപാധിയാണോ? ഇല്ല, അതിനുള്ള മരുന്നല്ല. അല്ല, അത് അംബേദ്കർ കാണിച്ചിട്ട് ആ മാതൃകയിൽ ഇപ്പോഴും. അതുകൊണ്ട് അംബേദ്കറിൽ നിന്ന് പിന്നീട് പഠിച്ച എല്ലാ പാഠങ്ങളും ചേർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഏർപ്പാട് എന്നേക്കുമായി അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, മതം മാറ്റം എന്നത് ഒരാളുടെ ആത്മബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ആവാം, അത് ജനാധിപത്യപരമായ അവകാശമാണ്. എന്നാൽ ഒരു ബാഹ്യ ഏജൻസി, ഏത് മിഷനറി ആവട്ടെ, ഏത് മതപൗരോഹിത്യമാകട്ടെ, മതസംഘടനകളാവട്ടെ, അത്തരം ഏജൻസികൾ, മതപരിവർത്തനത്തിന് മാത്രമുള്ള ഏജൻസികൾ ഇന്ത്യയിലുണ്ട്. ആരൊക്കെ നിഷേധിച്ചാലും അത്തരം ഏജൻസികൾ ഇസ്ലാമിലുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയാം. തീർച്ചയായിട്ടും ക്രിസ്ത്യാനിറ്റിക്കുണ്ട്. ഹിന്ദുമതത്തിന്റെ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. ഹിന്ദുമതത്തിൽ ഈ ജാതി നിലനിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു മതപരിവർത്തനം സാധ്യമല്ല. കാരണം മതം മാറ്റാം, പക്ഷേ ഈ ജാതിരഹിതമായ ഒരു ഹിന്ദുവിനെ സൃഷ്ടിക്കാൻ പറ്റുള്ളൂ. അതെ, ഞാൻ ചോദിക്കുന്നത് അതിന് വലിയ മൈലേജ്. എനിക്ക് അറിയേണ്ട ഒരു കാര്യം പ്രശാന്ത് പറയേണ്ടത്, ഈ മറ്റു മതങ്ങളിൽ നിന്ന് ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനുള്ള ഏജൻസികളുണ്ടോ? നിയമപരമായിട്ട് അതിനുള്ള അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ഒന്ന് ആര്യസമാജത്തിനാണ്. ഇപ്പോൾ കേരളത്തിൽ ഹിന്ദു മിഷന് അതിന് അധികാരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇടയ്ക്ക് കുറച്ച് നാൾ ഈ SNDP, NSS അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഈ സർട്ടിഫിക്കറ്റുകൾ കൊടുക്കാനുള്ള അംഗീകാരം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് കോടതി അത് ഇടപെട്ട് ജാതി സർട്ടിഫിക്കറ്റ് ഹിന്ദു മതത്തിലെ നായർ അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ഈഴവ എന്നുള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അവർക്ക് ഇതുണ്ടായിരുന്നു. പക്ഷെ അവരുടെയൊക്കെ ഈ രജിസ്ട്രേഷൻ തന്നെ ഈ ജാതിക്ക് അതീതമായ പ്രവർത്തനം, എല്ലാ ജാതിക്കാരെയും ഉൾക്കൊള്ളണം എന്ന് പറഞ്ഞതായതുകൊണ്ട് അതിനകത്ത് ചില നിയമപ്രശ്നങ്ങളൊക്കെ അതൊന്നും വലിയ വിഷയങ്ങളല്ല. ഞാൻ പറയുന്നത് പക്ഷേ ഈ മാഷ് പറഞ്ഞ പോലെ ഈ ആര്യസമാജത്തിൻ്റെയും ഹിന്ദു മിഷന്റെയും ഒക്കെ കട്ടെ അല്ല കുഴപ്പമില്ല, ഓഫ് ഒന്ന് കട്ട് ചെയ്തോട്ടോ, കണ്ടിന്യൂ ചെയ്യാം. ഒരു ചെറിയ പ്രശ്നം. അതെ, ഞാൻ ഫോൺ ഓഫ് ചെയ്തിരുന്നില്ല. ഓക്കെ, യെസ്, പറഞ്ഞോ. ആര്യസമാജത്തിൻ്റെയും ഹിന്ദു മിഷൻ്റെയും അങ്ങനെയുള്ള സംഘടനകളുടെ പ്രവർത്തനത്തിൽ വളരെ കൃത്യമായിട്ട് ഈ ആളിനെ, പുറത്തുനിന്ന് വരുന്ന ഒരാളിനെ, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ,
ഏതെങ്കിലും ഒരു മതത്തിൽ ബുദ്ധ, ജൈന, സിഖ്, പാഴ്സി തുടങ്ങിയ ഏത് മതത്തിൽ നിന്നും വരുന്ന ഒരാളിനെ എന്താണ് സനാതന ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞു മനസ്സിലാക്കി അവരെ അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ച് ആ ആചാരാനുഷ്ഠാന പദ്ധതിയിലൂടെ കൊണ്ടുവരണം. ഇതിനൊരു പ്രാക്ടീസിങ് വേ ഉണ്ടല്ലോ. ആ പ്രാക്ടീസിങ് വേയിലൂടെ അതിൻ്റെ ആത്മാവ് എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് വേണം കൊണ്ടുവരേണ്ടത്. അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ എന്ന് ഇപ്പോൾ സുപ്രീം കോടതിയും ഈ വിധിയിൽ പറയുന്നുണ്ട്. അല്ല, അതിനു പോലും എനിക്ക് തോന്നുന്നത് കൊണ്ടുവരിക എന്നല്ല പറയേണ്ടത്. അതെ, അവർക്ക് ചേർക്കുക. അവരെ ഇത് പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് അവർക്ക് വരാൻ താല്പര്യപ്പെടുന്നവരെ ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ആന്തരികമായ അർത്ഥം പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇതിൻ്റെ എല്ലാം സത്ത എന്താണ്, ഇതിൻ്റെ ആന്തരിക അർത്ഥം എന്താണെന്നൊരു ചെറിയ ബോധമെങ്കിലും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് വേണം അവരെ. അതിനകത്തൊരു ഗുണമുണ്ട് മാഷേ. അതിനകത്ത് അവരെ ഇന്ന ജാതിയിലേക്കൊന്നും പറ്റില്ല, അവരെ ഹിന്ദു ആക്കാനേ പറ്റുള്ളൂ. ജാതി ഉണ്ടാവില്ല. ഹിന്ദു നായർ, ഹിന്ദു ഈഴവ, ഹിന്ദു പട്ടികജാതി, ഹിന്ദു ബ്രാഹ്മണൻ പറ്റില്ല. ഒരു ജാതിരഹിത സമൂഹത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റില്ല. അതൊരു നല്ല നീക്കമാണ്. ഒരാൾക്ക് വരണമെന്നുണ്ട്. അതിൽ ഒരു ഒറ്റ കാര്യം എനിക്കുള്ളൂ. ഞാൻ പറയുന്ന മതപരിവർത്തനം എന്നത് മനുഷ്യന്റെ ജനാധിപത്യപരമായ അവകാശമായിരിക്കെ തന്നെ അതിനുവേണ്ടി വലിയ മൂലധനം, വലിയ മെഷീനറി പ്രവർത്തനം, വലിയ തോതിലുള്ള ഏജൻസികൾ, വിദേശ പണം, ഇങ്ങനെയുള്ള സംഗതികൾ ചെലവഴിക്കുന്നതാണ് ഇതിൻ്റെ ഒന്നാമത്തെ അപകടം. തീർച്ചയായും അത് ഗൗരവമായിട്ട് കാണേണ്ടതാണ്. 2, ഈ മതപരിവർത്തനം ചെയ്യപ്പെട്ടാൽ അയാളുടെ വിശ്വാസവും അയാളുടെ ആത്മാവിൽ തന്നെ വരുന്ന ആത്മീയമായ മാറ്റത്തിനാണല്ലോ വിശ്വാസപരമായ മാറ്റം എന്ന് പറയുന്നത്. അങ്ങനെ എത്തി സ്വയം പരിവർത്തനം ചെയ്യപ്പെട്ട ഒരാൾ പിന്നീട് തൻ്റെ പൂർവാശ്രമത്തിലെ മതത്തിലെ സൗകര്യങ്ങൾ, ജാതീയമായ സൗകര്യങ്ങളല്ല, അവിടെ അസൗകര്യമാണെന്ന് പറഞ്ഞിട്ടാണ് ഇവൻ മതം മാറി വന്നത്. പിന്നെ ആ അസൗകര്യങ്ങൾ എനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന് പറയുന്നത് അങ്ങേയറ്റം അനീതിയാണ്. ശരിക്കും ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ക്രിസ്തുമതത്തിലേക്ക് പോയ ഒരാൾ ജോലിക്ക് വേണ്ടി സംവരണം പാലിച്ചുകൊണ്ട് ജോലി നേടുന്നതിനായിട്ട് തിരിച്ച് വന്ന് ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങി ഈ ജോലിയിൽ പ്രവേശിക്കുന്നത് തെറ്റാണ്. അത് അംഗീകരിക്കുന്നത് ബുദ്ധിമുട്ടുണ്ട്. അതേസമയം ആരുടെയും മതവിശ്വാസത്തിൻ്റെ തോതൊന്നും സുപ്രീം കോടതിക്ക് അളക്കാൻ പറ്റില്ല, ഒരു കോടതിക്ക് അളക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങളത് ഇങ്ങനെ ഒരു ആനുകൂല്യം നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ദുരുപയോഗം ചെയ്യൽ. അത് അംഗീകരിക്കാനാകില്ല. 1, രാജ്യത്തിൻ്റെ അവകാശങ്ങൾ ദുരുപയോഗപ്പെടുത്തുന്നു. 2, ദൈവത്തിൻ്റെ കാരുണ്യവും ദുരുപയോഗപ്പെടുത്തുന്നു. രണ്ടും ആണല്ലോ. അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് ദൈവദോഷവുമാണ് രാജ്യദോഷവുമാണ്, ആത്മവഞ്ചനയുമാണ് ദൈവവഞ്ചനയുമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ട് അതിന് മുതിരാതിരിക്കട്ടെ. തീർച്ചയായിട്ടും ഈ കോടതി വിധി അവർക്കൊരു കണ്ണു തുറപ്പിക്കുന്നതാണ്. ഇനിയെങ്കിലും ഇത്തരം ശ്രമങ്ങൾ നടക്കാതിരിക്കട്ടെ രാജ്യത്ത്. അതെ, തീർച്ചയായിട്ടും.